ഇന്ന് ഞാനൊരു കഥ പറയാം. അറിവ് വരുന്നത് പല വഴികളിലൂടെയാണ്. ചിലത് നമ്മൾ അന്വേഷിച്ച് പോകണം, ചിലത് നമ്മളെ തേടി വരും. ഞാൻ യൂഎസിലായിരുന്ന സമയത്ത് വീടിൻ്റെ ഗ്ലാസ് ഡോറ് ടൈറ്റായിരുന്നത് ലൂസാക്കാനായിട്ട് എനിക്ക് കുറച്ച് WD-40 വേണം. ഞങ്ങൾ താമസിച്ചിരുന്ന ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്നത് ACUS എന്ന് വിളിക്കുന്ന അല്പം പ്രായമായിട്ടുള്ള ഒരാളാണ്. പുള്ളി ഒരു എഞ്ചിനീയർ ആയിരുന്നു. ആളുടെ കയ്യിൽ എന്തായാലും ഒരു സംഭവം ഉണ്ടാവും. ഞാൻ ആളുടെ അടുത്ത് തന്നു, ചോദിച്ചു. പുള്ളിയെ സംഭവം എടുത്തു തന്നു. പക്ഷേ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഡു യു നോ വൈ ഇറ്റ് ഈസ് WD-40? ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിന് ഉത്തരമായിട്ട് പുള്ളി പറഞ്ഞു, ഇറ്റ്സ് വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് 40th അറ്റംപ്റ്റ്. അതെ, 39 തോൽവികൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളൊരു വിജയം. വർഷം 1953. കാലിഫോർണിയ സ്റ്റേറ്റിലെ സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റോക്കറ്റ് കെമിക്കൽ കമ്പനിയിലെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഫോർമുല വികസിപ്പിക്കുന്നത്. വെള്ളം അഥവാ ഈർപ്പം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തുരുമ്പ് പിടിക്കുന്നത് തടയുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. 40ാമത്തെ പരിശ്രമത്തിലാണ് അവർ ലക്ഷ്യം കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് 40th അറ്റംപ്റ്റ് എന്ന് പേരിട്ടത്, WD-40. ഒരു മിസൈലിൻ്റെ പുറംചട്ട തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ടാണ് ഇത് ആദ്യം ഉപയോഗിക്കുന്നത്. അറ്റ്ലസ് മിസൈൽ പ്രോഗ്രാമിലാണ് ഇതിൻ്റെ ആദ്യത്തെ മേജർ ഉപയോഗം എന്ന് പറയുന്നത്. 1958 നമ്മൾ ഇന്ന് കാണുന്ന ഇതുപോലത്തെ എയറസോൾ ക്യാനുകളിൽ WD-40 വന്നു തുടങ്ങിയത്. മിക്കവാറും സംഭവങ്ങളെ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും, തുരുമ്പിനെ തടയും. പശയൊക്കെ കളയാനായിട്ട് ഇതിന് സാധിക്കും, തുരുമ്പ് പിടിച്ച നട്ട്സ് ഒക്കെ അഴിക്കാനായിട്ട് ഉപയോഗിക്കാം, സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്യാനായിട്ട്, ഇലക്ട്രോണിക് ഐറ്റംസിൽ ഈർപ്പം കളയാനായിട്ട് ഉപയോഗിക്കാം, ഈ ക്രയോൺ മാർക്സും ഗ്രീസും കളയാൻ വരെ ഇത് ഉപയോഗിക്കാം. ഗ്രീസിനെ കളയുന്നുണ്ടെങ്കിലും ഇത് ലൂബ്രിക്കൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുള്ളതാണ് രസം. വണ്ടിയുടെ കീ ഹോളിലൊക്കെ ഒരു 3 മാസത്തിലൊരിക്കലും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അഴുക്കൊക്കെ പോയി ക്ലിയർ ആവും, അപ്പോൾ ബെറ്റർ കോൺടാക്റ്റ് വരും, ഇഗ്നിഷൻ സ്ലോ ആവാനുള്ള ചാൻസ് ഒക്കെ കുറയും. എൻ്റെ വീട്ടിൽ എപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഇത്രയുള്ള ഒരു ബോട്ടിലിന് 130 രൂപയ്ക്കാണ് വില. നിങ്ങൾ പറഞ്ഞ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുന്ന നല്ലതാണ് കേട്ടോ. ഉപയോഗം അറിയായിരുന്നുണ്ടെങ്കിലും ഉത്ഭവം അറിയായിരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു തന്ന ACUSന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ.